DQൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് DQ41 എന്ന പടം. പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്, ടൈറ്റിൽ റിവീൽ ചെയ്തിട്ടുണ്ട്. ശ്രീ എന്നാണ് പടത്തിൻ്റെ പേരായി നൽകിയിട്ടുള്ളത്. പൂജയാണ് പടത്തിൽ നായിക എത്തുന്നത്. പടം ഈ ഒരു വർഷം തന്നെ തിയേറ്റർ റിലീസിന് എത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലായിരിക്കും വെള്ളുവായിട്ട് തിയേറ്റർ റിലീസിന് എത്തുക എന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ധനുഷിൻ്റെ ലീഡിലെ ഒരു പടം അനൗൺസ്മെൻറ്റ് ഇന്നലെ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് ഒരു വെങ്കട് പ്രഭു ചിത്രമായിരുന്നു. കാരണം D*V എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് വെങ്കട് പ്രഭു അല്ല, വെട്രിമാരൻ പടമാണ്. എല്ലാവരും വെട്രിമാരൻ ധനുഷ് കോംബോ എന്ന് വടച്ചനെ 2 ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് അതിലും ഡോസ് കൂടിയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെയായിട്ടുള്ള ധനുഷ് ചിത്രങ്ങളിൽ നിന്ന് എനിക്ക് എക്സ്പെക്ടേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ബട്ട് ഈ ഒരു പടത്തിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ കണ്ടുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. തമിഴ് സിനിമയിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രങ്ങളുടെ ലിസ്റ്റിൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു പടം മാറിയിരിക്കുകയാണ്. പടത്തിൻ്റെ ടൈറ്റിലായി കൊടുത്തിട്ടുള്ളത് തമിഴ് മുരുകൻ എന്നാണ്. ഈ ഒരു പടം ഒരു നോവലിനെ ബേസ് ചെയ്താണ് വരാനിരിക്കുന്നത്. വെട്രിമാരൻ പടം ആയതുകൊണ്ട് നിരാശപ്പെടുത്തില്ല. അതുപോലെ തന്നെ ധനുഷിനെ വെച്ച് ഏത് രീതിയിൽ പടം എടുത്ത് കൊണ്ടുപോകണമെന്നുള്ള ക്ലിയർ ആയിട്ട് കാര്യം അറിയുന്നൊരു പുള്ളി തന്നെയാണ്. പിന്നെ ഈ മുരുകനെ ബേസ് ചെയ്ത് വരുന്ന എനിക്ക് തോന്നുന്നൊരു മൂന്നാമത്തെ പടമായിരിക്കാം. ഒന്നാമത്തെ പടം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശിവകാർത്തികേയൻ്റെ സിയോൺ എന്ന പടം അതിനെ ബേസ് ചെയ്തൊരു പടമാണെന്ന് അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ NTRൻ്റെയും അനിരുദ്ധിനെ ത്രിവിക്രത്തിൻ്റെ ഒക്കെ ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്, വലിയൊരു ഹ്യൂജ് ബഡ്ജറ്റ് പടം. അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തന്നെയാണ് അതിനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ DQൻ്റെ ഒക്കെ ആയാലും കറൻലി കിഡിലെ ലൈനപ്പ് ഉള്ളൊരു പുള്ളിയാണ്. ബട്ട് DQൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഹൈ ആക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് ജിത്തു മാധവ്. പുള്ളി ഇപ്പോൾ സൂര്യ 47 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പടത്തിന് ശേഷം വരാതിരിക്കുന്ന നെക്സ്റ്റ് മൂവി ഒരു DQ പ്രൊജക്റ്റ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും ഈ ഒരു സൂര്യ 47 ചിത്രത്തിൻ്റെ റിലീസിന് ശേഷമായിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് കമൻറ്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമൻറ്റ് വഴി ആദ്യം ചോദിച്ചിട്ടുള്ളത് ധനുഷിൻ്റെ ഓം എന്ന ചിത്രത്തെ പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നാണ്. പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ വരുന്ന ജൂലൈ 28 പുറത്തിറക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്ത ചോദിച്ചുള്ളത് കുമ്പളങ്ങ നൈറ്റ്സ് എന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറിൻ്റെ നെക്സ്റ്റ് മൂവി ഏതാണെന്നാണ്. അപ്ഡേറ്റുകളൊക്കെ ബേസ് അത് നെസ്ലിനുമായിട്ടൊരു പ്രൊജക്റ്റ് ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പിന്നെ അടുത്ത ചോദിച്ചുള്ളത് നീക്കം എന്ന ദിലീപേട്ടൻ പടത്തെ പറ്റിയാണ്. പടത്തിന് സ്റ്റേ ഒക്കെ കിട്ടി. ഇപ്പോൾ ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒഫീഷ്യലി അപ്ഡേറ്റ്സോ പരിപാടികളോ ഒന്നും തന്നെ പുറത്തിറക്കുന്നില്ല. ഉടനെ തന്നെ സ്റ്റേ എല്ലാം മാറ്റി ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലി പുറത്തിറക്കുമെന്നൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ ചോദിച്ചൊരു അപ്ഡേറ്റ് ആയിരുന്നു നെക്സ്റ്റ് ദിലീപേട്ടൻ മൂവി ഏതാണെന്നാണ്. ബട്ട് അതിനെപ്പറ്റിയുള്ള ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇതുവരെയായിട്ട് ഇപ്പോൾ ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വിടുന്നില്ല. GV പ്രകാശ് ലീഡ് റോളിൽ എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഇമ്മോറൽ എന്ന ചിത്രം. പടത്തിൽ കൈതലോകറാണ് നായിക എത്തുന്നത്. പടം വരുന്ന ജൂലൈ 23 വേൾഡ് തിയേറ്റർ റിലീസ് ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യയുടെ ലീഡിൽ പുറത്തിറക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന പടം. പടത്തിനെ പറ്റി ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു റൂമർ പുറത്തിറക്കിയിട്ടുണ്ട്. പടത്തിന് പ്രീ റിലീസ് ബിസിനസ്സിലൂടെ മാത്രം ഏകദേശം 300 കോടി രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അതിൽ ഡിജിറ്റൽ റൈറ്റ്സ് മാത്രം വിറ്റുപോയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സിന് ഏകദേശം 85 കോടി രൂപയ്ക്കാണ്. ഇതൊക്കെ കൂടി തന്നെ പടത്തിന് ഭയങ്കര രീതിയിലുള്ള ബിസിനസ്സും പരിപാടികളൊക്കെ തന്നെ നടന്നുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പടത്തിൻ്റെ പ്രൊഡ്യൂസറിന് മിനിമം ഒരു 100 കോടി രൂപയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. റാംചാൻ്റെ ലീഡിൽ ഏറ്റവും പുതിയ റിലീസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു പെഡ്ഡി എന്ന പടം. 34 ദിവസം കൊണ്ട് തെലുങ്കിൽ നിന്ന് 237 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 31 കോടി രൂപ, കേരളത്തിൽ നിന്ന് 58 ലക്ഷം രൂപ, തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 6 കോടി രൂപയ്ക്ക് അടുത്താണ് കളക്ട് ചെയ്യാൻ സാധിച്ചുള്ളത്. ഓവർസീസ് നിന്നാണ് $5.35 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 52 കോടി രൂപയ്ക്ക് അടുത്തോളം വരും. അങ്ങനെ ടോട്ടൽ വേൾഡ് ആയിട്ട് 358 കോടി രൂപ, 75 ലക്ഷം രൂപയാണ് പടം ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസറായി നേടിയിട്ടുള്ളതെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇതിലേറെ കളക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു പടമായിരുന്നു. ബട്ട് ചിത്രത്തിന് ഇത്രയും ഒരു കളക്ഷനൊക്കെ തിയേറ്ററിൽ നിന്ന് കിട്ടിയുള്ളൂ. അല്ലു അർജുൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രമാണ് AA23 അല്ലെങ്കിൽ ലോകേഷ് ഡയറക്ഷനിൽ പുറത്തിറങ്ങാനിരിക്കുന്ന അല്ലു പടം. ഈ ഒരു പടത്തിൻ്റെ ടെസ്റ്റ് ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഈ വരുന്ന ഓഗസ്റ്റ് ബിഗിനിങ്ങോടുകൂടി സ്റ്റാർട്ട് ചെയ്യാനാണ് ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പടത്തിൻ്റെ ഷൂട്ടിങ്ങിലോട്ട് ഇപ്പോൾ അല്ലു അർജുൻ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന സംക്രാന്തിക്ക് ശേഷമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമയെ മാറ്റിമറിച്ചുള്ള ഒരു ഇതിഹാസ പടം എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി ഒരു പടമായിരുന്നു ബാഹുബലി എന്ന പടം. പടം ഇപ്പോൾ റിലീസിനെത്തിയിട്ട് 11 വർഷം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അന്ന് പടം തെലുങ്ക് സ്റ്റേറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് 175 കോടി രൂപയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 64 കോടി രൂപ, കർണാടകയിൽ നിന്ന് 79 കോടി രൂപ, കേരളത്തിൽ നിന്ന് 14 കോടി രൂപ. ഓവർസീസ് ആയിരുന്നു ഏകദേശം 14.35 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 92 കോടി രൂപയ്ക്ക് അടുത്തോളം വരും. അങ്ങനെ ടോട്ടൽ വാല്യൂവായിട്ട് ചിത്രം ഏകദേശം 600 to 650 കോടി രൂപയോളം കളക്ട് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുള്ളത്. ആ ഒരു പടമായിരുന്നു ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി ലെവൽ ഒരു പടം തന്നെയായിരുന്നു ബാഹുബലി എന്ന പടം. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു പടത്തിന് ശേഷമാണ് ലാർജർ ദാൻ ലൈഫ് ഓഫ് ക്യാരക്ടേഴ്സിനെ പറ്റി ചിന്തിക്കാനും പിന്നെ വലിയ വലിയ സിനിമകൾക്കൊക്കെ ആയാലും ബഡ്ജറ്റ് മുടക്കിയാൽ തിരിച്ച് കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പടം തന്നെയായിരുന്നു. സമന്തയുടെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു മാലിന്തി ബംഗാരം എന്ന പടം. പടം വെല്ലുമായിട്ട് ഇപ്പോൾ 99 കോടി രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. പടം ഉടനെ തന്നെ 100 കോടി രൂപയൊക്കെ കളക്ട് ചെയ്ത് ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ സ്വന്തമാക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ദളപതി വിജയുടെ ദി ലാസ്റ്റ് ഡാൻസ് എന്ന ലേബലിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ പടം
ചിത്രമാണ് ജനനായകൻ എന്ന പടം. ചിത്രം ഈ വരുന്ന ജൂലൈ 24 റിലീസിനെത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. നേരത്തെ 23 ആയിരുന്നു, ബട്ട് സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഡിലേ കാരണമാണ് ഇപ്പോൾ ജൂലൈ 24 ആക്കിയിട്ടുള്ളത്. പടത്തിന് UK ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പടത്തിൻ്റെ സെൻസർ ബോർഡിൽ നിന്ന് A സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വയലൻസ് ഉള്ള മൂവിയാണെന്ന് അതിലൂടെ തന്നെ അവർ സൂചിപ്പിക്കുന്നുണ്ട്. പടത്തിൻ്റെ റണ്ണിങ് ടൈമും പുറത്തിറങ്ങിയിട്ടുണ്ട്. 3 മണിക്കൂറും 3 മിനിറ്റുമാണ് ചിത്രത്തിൻ്റെ ടോട്ടൽ ഡ്യൂറേഷനായി വരുന്നത്. പിന്നെ ചിലവർക്കുള്ള ഡൗട്ടാണ് പടം ഇനി വിജയിക്കുമോ എന്ന്. കാരണം പടത്തിൻ്റെ ലീക്കായ പ്രിൻ്റ് ഏകദേശം 1 കോടി ആൾക്കാരോളം കണ്ടെന്ന് കൺഫേം ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പടം വിജയിക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. ബട്ട് തമിഴ്നാട്ടിൽ നല്ലൊരു ഇനിഷ്യൽ ഈ ഒരു പടം ഇടും. ഓവർസീലും അത്യാവശ്യം നല്ലൊരു കളക്ഷനൊക്കെ കിട്ടും. പിന്നെ തെലുങ്ക് സ്റ്റേറ്റിലും കിട്ടാനുള്ള ചാൻസസ് ഒക്കെ തന്നെ കാണുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഇനിഷ്യൽ ഈ ഒരു പടത്തിന് വരും. ബട്ട് കേരളത്തിൽ നിന്നൊക്കെ ഏത് ലെവലിലുള്ള കളക്ഷൻ പടം ബീറ്റ് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും പടത്തിന് നല്ല റെസ്പോൺസ് ആണെങ്കിൽ എവിടെ നിന്നായാലും നല്ലൊരു കളക്ഷൻ ഈ ഒരു പടത്തിന് കിട്ടുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. പിന്നെ വിജയുടെ ലാസ്റ്റ് ഫിലിം ആയതുകൊണ്ട് അതിൻ്റേതായ റെക്കോർഡ് ബ്രേക്കിങ്ങും പരിപാടികളൊക്കെ തന്നെ ഈ ഒരു പടത്തിനുണ്ടാകും. എന്തായാലും പടം ഒരു ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പോ ആകില്ലെന്ന് കൺഫേം ആയിട്ടൊരു കാര്യമാണ്. എന്തായാലും പടത്തിന് നല്ല രീതിയിലുള്ള ഇനിഷ്യലും പരിപാടികളൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു നോബഡി എന്ന ചിത്രം. പടത്തിൻ്റെ കൊടുത്ത ഹൈപ്പിനുള്ള പരിപാടിയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം പടത്തിന് ഫസ്റ്റ് ഹാഫിന് കിഡില റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. ബട്ട് സെക്കൻഡ് ഹാഫിന് ഒരു ആവറേജ് അല്ലെങ്കിൽ ആവറേജ് താഴെ പോകുന്ന റെസ്പോൺസ് ഒക്കെ പോയതുകൊണ്ടൊക്കെ തന്നെ പടത്തിലൊരു മിക്സ്ഡ് അല്ലെങ്കിൽ ആവറേജ് പടം എന്നുള്ളൊരു ടോട്ടൽ വ്യൂ പോയിൻ്റ് ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു പടത്തിന് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഒരു മലയാള പടത്തിന് സർവൈവ് ചെയ്യാൻ കുറച്ച് പാടാണ്. കേരളത്തിൽ നിന്ന് ഏകദേശം 2.5 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് 22 ലക്ഷം രൂപ, തമിഴ്നാട്ടിൽ നിന്ന് 11 ലക്ഷം രൂപ, തെലുങ്കിൽ നിന്ന് 4.5 ലക്ഷം രൂപ. അങ്ങനെ വെല്ലുവായിട്ട് ഏകദേശം 4 കോടി റേഞ്ച് മാത്രമേ പടത്തിന് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഡേ 1 കേരളത്തിൽ നിന്ന് 2.5 കോടി കിട്ടിയെങ്കിൽ ഡേ 2 ആയപ്പോൾ 1 കോടി 10 ലക്ഷത്തിലോട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ തന്നെ ഏകദേശം 50% കളക്ഷനിൽ ഇടിവ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പടത്തിന് നല്ലൊരു ഹ്യൂജ് ബഡ്ജറ്റ് പടം വലിയൊരു ക്യാൻവാസിൽ ഒരുങ്ങിയിട്ടുള്ള പടത്തിന് തിയേറ്റർ സർവൈവിങ് കുറച്ച് കഷ്ടമാണ്. ഒന്നെങ്കിൽ ഈ ഒരു പടം ഒരു ഫ്ലോപ്പ് അല്ലെങ്കിൽ ഡിസാസ്റ്ററിലോട്ട് പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇനി അടുത്ത 2 വീക്ക് വലിയ റിലീസൊന്നും ഇല്ല. ഇനി അടുത്ത സെക്കൻഡ് വീക്ക് ലാസ്റ്റോടുകൂടിയൊക്കെ തന്നെയാണ് ജനനായകൻ്റെ റിലീസൊക്കെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ അത്രയും വീക്ക് വേറെ പടം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പടത്തിന് അത്യാവശ്യം ഒരു ഇനിഷ്യലി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ജസ്റ്റ് ചാൻസസ് മാത്രമാണ്. എന്തായാലും വരും ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക.